ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് PSC കോച്ചിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ നിരന്തരം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. എന്നാൽ ഇതുവരെ നടന്നിട്ടുള്ള PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യം ഏതാണെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെയുള്ള PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യം വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതെന്ന ചോദ്യമാണ് നാളിതുവരെ നടന്ന PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ആവർത്തന ചോദ്യങ്ങൾ ഞാൻ കണ്ടെത്തി വച്ചിട്ടുണ്ട്. എന്നാൽ ഈ ക്ലാസ്സിനൊരു കുഴപ്പം, ഇതിലെ പല ചോദ്യങ്ങളും ആവർത്തന ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചായിരിക്കും ഞാൻ ഈ ആവർത്തന ചോദ്യങ്ങളുടെ ക്ലാസ്സുകൾ തുടർന്ന് ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. PSC ആവർത്തിച്ച ചോദ്യങ്ങൾ. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതെന്ന ചോദ്യമാണ് PSC ആവർത്തിച്ചതെന്ന് ഞാൻ പറഞ്ഞു. 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. അന്നു മുതൽ ഈ കഴിഞ്ഞ ഇടയിൽ നടന്ന പരീക്ഷയിൽ വരെ ഈ ചോദ്യം ഉൾപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങളും ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 പറഞ്ഞു. എന്നാൽ ഇത് പാർലമെന്റ് പാസ്സാക്കിയത്, വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റ് എന്നാന്ന് ചോദിച്ചാൽ അത് 2005 ജൂൺ 15. ഇപ്പൊ 2005 ജൂൺ 15 വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം അറിയാം, ആ തീയതിയും കൂടെ ചോയ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജമ്മു കാശ്മീരാണ് വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം. അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിന്റെ അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ്. അതെങ്ങനെയാണ് അടയ്ക്കുന്നത്? അത് 10 രൂപ വിലയുള്ള കോർട്ട് ഫീസ് സ്റ്റാമ്പ് അപേക്ഷയുടെ ഒപ്പം പതിച്ചാണ് നമ്മൾ 10 രൂപ ഫീസ് അടയ്ക്കുന്നത്. പിന്നെ ഈ വിവരാവകാശ നിയമത്തിന്റെ അപേക്ഷ സമർപ്പിച്ച് മറുപടി ലഭിക്കേണ്ട ആ സമയപരിധി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 30 ദിവസമാണ് അതിന്റെ സമയപരിധി. അത് സാധാരണ നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ഈ വിവരാവകാശ നിയമം അപേക്ഷ സമർപ്പിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി തരേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയാൽ മതി. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം അപേക്ഷകന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിവരങ്ങളാണ് ലഭ്യമാക്കേണ്ടതെങ്കിൽ ആ അപേക്ഷകന് 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ബാധ്യസ്ഥനാണ്. പിന്നെ ഈ കൃത്യമായി മറുപടി നൽകിയില്ലെങ്കിലുള്ള പിഴയും ചില സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അത് വൈകുന്ന ഓരോ ദിവസത്തിനും 250 രൂപ വീതമാണ് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പിഴയായി ഈടാക്കേണ്ടത്. ഇങ്ങനെ പിഴയായി ഈടാക്കേണ്ട പരമാവധി തുക 25,000 രൂപയായി നിജപ്പെടുത്തിയിട്ടുമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടുതലായി ചോദിച്ചിട്ടുള്ളത്, അപ്പൊ PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് വിവരാവകാശ നിയമത്തെ കുറിച്ചാണെങ്കിൽ രണ്ടാമതായി ഞാൻ കാണുന്നത് ഫസൽ അലി കമ്മീഷനെ കുറിച്ചാണ്. ഈ ഫസൽ അലി കമ്മീഷനെ കുറിച്ച് PSC നിരന്തരം, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഫസൽ അലി കമ്മീഷനെ കുറിച്ച് മിക്ക പരീക്ഷകളിലും ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്താണ് ഫസൽ അലി കമ്മീഷൻ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. അപ്പോൾ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഈ ഫസൽ അലി കമ്മീഷന്റെ ചെയർമാൻ
ഫസൽ അലി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിക്കുവാണെങ്കിൽ അത് 1953 ആണ്. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953 55 ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956 ഓക്കെ, അടുത്ത നമുക്ക് നോക്കാവുന്നത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് PSC പരീക്ഷകളിൽ നിരന്തരം ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കൂടുതലായി കടന്നു വന്നിരിക്കുന്ന ഭേദഗതികൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യം. 1978 44 ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിന്റെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത്. അപ്പൊ 1978 44 ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത്. ഇനിയും ആമുഖത്തിൽ വരുത്തിയ ഭേദഗതി, അപ്പൊ ഇന്ത്യയുടെ ആമുഖത്തിൽ ഒരു ഭേദഗതിയെ വരുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇന്ത്യയുടെ ആമുഖത്തിൽ, ഭരണഘടനയുടെ ആമുഖത്തിൽ വരുത്തിയിട്ടുള്ള ഏക ഭേദഗതി ഏത് ഭേദഗതിയാണ്? 1976 42 ഭേദഗതിയാണ്. അപ്പൊ 1976 42 ഭേദഗതി ആമുഖത്തിൽ വരുത്തിയ ഒരേ ഒരു ഭേദഗതിയാണ്. പിന്നെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭേദഗതിയും ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? 1988 61 ഭേദഗതിയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1988 61 ഭേദഗതി. മറ്റൊരു ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ്. അത് 1992 73 ഭേദഗതിയാണ്. 1992 73 ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്തത് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി എത്രാം ഭേദഗതിയാണ്? അതായത് 2002 86 ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതി. മറ്റൊരു സ്ഥിരം ചോദ്യമാണ് ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയുടെ പേരെന്ത്? ഒരുപാട് മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ ഈ സെയിം ചോദ്യം ഇതുപോലെ തന്നെ ചോദിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏത് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ജർമ്മനിയുടെ സഹായത്തിൽ ഇന്ത്യയിൽ നിർമ്മിച്ചത്? റൂർക്കേലയാണ്. ഈ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കാം, അതേതാണ്? ഒഡീഷയാണ്. അപ്പോൾ ഒഡീഷയിലെ റൂർക്കേലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റ്. ഇതോടനുബന്ധിച്ച് പ്രധാനമായും 4 സ്റ്റീൽ പ്ലാന്റുകളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ റൂർക്കേല ഉൾപ്പെടെ 4 സ്റ്റീൽ പ്ലാന്റുകൾ. റൂർക്കേല ഞാൻ പറഞ്ഞു ഒഡീഷയിലാണ്, അത് ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഭിലായി ഉണ്ട്. ഭിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഈ ഛത്തീസ്ഗഡിലെ ഭിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല റഷ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ഈ ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇത് ബ്രിട്ടന്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ബൊക്കാറോ ജാർഖണ്ഡിലാണ്. അത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ ഇന്ത്യയിൽ സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത ഭാഗം കൂടുതലായി ആവർത്തിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്ന്? 1929 ലാഹോർ കോൺഗ്രസിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. അത് ഏത് കോൺഗ്രസിലാണ്? 1929 ലാഹോർ കോൺഗ്രസിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ഇതുപോലെ തന്നെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതെന്നും ചോദിക്കാം. അതും ഈ 1829 ലാഹോർ കോൺഗ്രസിലാണ് ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം,
ആദ്യമായി പതാക ഉയർത്തിയത് മാഡം ബിക്കാജി ഗാമ അല്ലേ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1907 ജർമ്മനിയിൽ വെച്ച് മാഡം ബിക്കാജി ഗാമ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി. അതാണ് ആദ്യമായിട്ട് ഉയർത്തിയ പതാക. പക്ഷെ അത് ത്രിവർണ പതാക, നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയിലുള്ള ത്രിവർണ പതാക അല്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ പതാകയുടെ രൂപത്തിലുള്ള ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ലാഹോർ കോൺഗ്രസിലാണ്. ഈ ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചോദിച്ചു കണ്ട മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? അത് നമുക്കറിയാം, ഡി ഉദയകുമാറാണ്. തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഈ പുതിയ ചിഹ്നം പ്രാബല്യത്തിൽ വന്ന തീയതിയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2010 ജൂലൈ 15 ഈ പുതിയ ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം നിലവിൽ വന്നത്. ഇതുപോലെ തന്നെ കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണെന്ന്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് മഹാത്മാഗാന്ധി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. മറ്റൊരു ആവർത്തിക്കുന്ന ചോദ്യം, ഈ പ്രാചീന കേരളത്തെ സംബന്ധിച്ച് തിണ സങ്കല്പങ്ങളെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ചോദ്യം, മത്സ്യബന്ധനം പ്രധാന ഉപജീവനമാക്കിയ പ്രാചീന കേരളത്തിലെ തിണ ഏതാണ്? നെയ്തൽ ആണ് ശരി ഉത്തരം. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തിണ ഏതാണ്? നെയ്തലാണ്. അപ്പൊ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട ആ തിണ സങ്കല്പമാണ് നെയ്തൽ. ആ തീരപ്രദേശത്തെ നിവാസികൾ അറിയപ്പെട്ടിരുന്നത് മീനവർ എന്ന പേരിലായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില തിണകൾ കൂടെ പറയാം. കുറിഞ്ചി, അത് പർവ്വത പ്രദേശത്തെ സംബന്ധിക്കുന്ന തിണയാണ് കുറിഞ്ചി. പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അറിയപ്പെട്ടിരുന്നത് കാനവർ എന്നും ആയിരുന്നു. അതുപോലെ തന്നെ പാഴ് പ്രദേശത്തെ അറിയപ്പെട്ടിരുന്നത് പാലൈ എന്ന പേരിലായിരുന്നു. പാഴ് പ്രദേശത്തെ അറിയപ്പെട്ടിരുന്ന തിണ എന്താണ്? പാലൈ എന്നായിരുന്നു. അവിടെ താമസിക്കുന്ന നിവാസികൾ അറിയപ്പെട്ടിരുന്നത് മറവർ എന്നും കള്ളർ എന്നും ആയിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട തിണയാണ് മുല്ലൈ. ഇത് പുൽമേടുകൾ നിറഞ്ഞ സ്ഥലത്തിനെയാണ് നമ്മൾ മുല്ലൈ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ താമസിക്കുന്ന നിവാസികൾ അറിയപ്പെട്ടിരുന്നത് ഇടയർ എന്നും ആയർ എന്നും ആയിരുന്നു. പിന്നെ മറ്റൊരു തിണയാണ് മരുതം. അത് കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട തിണയാണ് മരുതം. അവിടുത്തെ നിവാസികൾ ഉഴവർ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പറഞ്ഞ ചോദ്യങ്ങൾ പലതും നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത്തരത്തിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ ഇതുപോലെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റു ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാവുന്നതാണ്. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.